അഡൽട്ട്ഹുഡിലേക്ക് കിടക്കുമ്പോൾ നമ്മളെല്ലാവരും എസ്പെഷ്യലി കേരളത്തിലുള്ള മിക്ക സ്റ്റുഡൻസും ഫസ്റ്റ് എടുക്കുന്ന ലൈഫിൽ ഏറ്റവും വലിയ ഡിസിഷനാണ് ഏത് കോളേജിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം എന്നുള്ള ഡിസിഷൻ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും കാലം ഒരു സ്റ്റുഡൻ്റ് ആയിട്ട്, അതായത് ലിറ്ററലി ഒരു കുട്ടികളെ നടന്നാണ്ട് പിന്നെ പെട്ടെന്ന് അഡൽട്ട്ഹുഡിലേക്ക് എത്തിയാണ്ട് എടുക്കുന്ന ഒരു ഏറ്റവും വലിയ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് ഏത് കോളേജിലേക്ക് പോകണം എന്നുള്ളത്. യെസ്, ലിറ്ററലി ഈ കോളേജ് ചൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ 10-20 കൊല്ലം ജീവിതം പ്ലാൻ ചെയ്യുന്നത്, ചിലപ്പോൾ ഫോർ എവർ ലൈഫ് ടൈം മൊത്തം ആ ഒരു റൂട്ട് വരുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത കോളേജിന്റെ അടിസ്ഥാനത്തിലേക്കാണ്. സോ ചൂസിങ് കോളേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യാം, അതിന്റെ പിന്നിലെ അനലിറ്റിക്കൽ തോട്ട്സും അതുപോലെ എങ്ങനെയാണ് ഓരോ ഡിസിഷൻ നമ്മളെ എഫക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഡിസിഷൻ എടുക്കാം, അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എനിക്ക് നിങ്ങളോട് ഒരു 7-8 കാര്യങ്ങൾ പറയാനുണ്ട് പോയിന്റ് വൈസ്, അതിനെ ബേസ് ചെയ്താണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് പറയാണ്ട് വേഗം മൈൻഡ് അപ്പ് ചെയ്യാം, കൂടുതൽ വ്യൂസും കിട്ടും, ഷോർട്ട് വീഡിയോ. പക്ഷെ എനിക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്ക് എത്താം ഫ്രം എ സ്റ്റുഡന്റ്, അതായത് സ്കൂൾ സ്റ്റുഡന്റ് എങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഒരു അഡൽട്ട് ആകുമ്പോൾ ഇത്രയും വലിയ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ പിന്നിലെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് ഐ ബിലീവ് ഞാൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും, ഇൻക്ലൂഡിങ് ഇതിനെ കോളേജ് പോകുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്ന കോളേജിലൊന്നും പോവാതെ ജോലിക്ക് ട്രൈ ചെയ്യാലോ അല്ലെങ്കിൽ മറ്റേ സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പോയാണ്ട് ജോലിക്ക് പോകാലോ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു പോയിന്റ്സ് പറയുന്നതിന് മുന്നേ നമുക്കൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. ഈ കോണ്ടെക്സ്റ്റ് എന്തിനാ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ മിക്ക ആൾക്കാരും വിചാരിക്കും എല്ലാത്തിന്റെ ആൻസർ ഒരു യെസ് ഓർ നോ, അല്ലെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് കാണുന്നത്. അതായത് ഈ കോളേജുകൾ നല്ലതാണ്, ഈ കോളേജുകൾ ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ ഈ കോഴ്സ് നല്ലതാണ്, ആ കോഴ്സ് നല്ലതല്ല. അപ്പൊ ഒന്ന് ശരി മറ്റേ തെറ്റ്, അങ്ങനെയല്ല. എല്ലാ ഡിസിഷനും സബ്ജക്റ്റീവ് ആണ്. ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് അവരുടെ സിറ്റുവേഷൻ, അവർ വരുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ തോട്ട് പ്രോസസ്സ്, അവർ വളർന്ന സാഹചര്യം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് എല്ലാവർക്കും പല ആൻസേഴ്സും പലർക്കും ശരിയാണ്, സെയിം ആൻസർ പലർക്കും തെറ്റാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ LPU പഠിച്ച ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ഐ സെഡ് ദാറ്റ് LPU ഇസ് ബെറ്റർ ദാൻ IIT എന്ന് പറഞ്ഞു ഞാൻ. അതിന്റെ അർത്ഥം LPU എന്നൊരു യൂണിവേഴ്സിറ്റി IIT-കളെക്കാൾ ഭയങ്കര അടിപൊളി കോളേജ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു മീനിങ്ങേ അതിനില്ല. ദ മീനിങ് ഈസ് ഫോർ മീ, എനിക്ക് പേഴ്സണലി IIT പോകുന്നതിനേക്കാൾ അന്നത്തിനേക്കാൾ എനിക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയത് LPU പോകുന്നത്. കാരണം എൻ്റെ പേഴ്സണൽ ഗോളിന് ഭയങ്കരമായിട്ട് അലൈൻഡ് ആയിരുന്നു അന്നത്തെ യൂണിവേഴ്സിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, വിച്ച് ഐ വുഡ് ഗെറ്റ് ഇഫ് ഐ ഗോട്ട് എ വെരി ഹൈ കോമ്പറ്റീവ് യൂണിവേഴ്സിറ്റി ലൈക്ക് IIT. ഓക്കെ, കാരണം ഞാൻ അത്ര വലിയ കാലിബർ ഉള്ള ഒരാളോ അല്ലെങ്കിൽ അത്രയും കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളോ അല്ലായിരുന്നു കമ്പയർഡ് ടു ദ അതർ സ്റ്റുഡൻസ് ഐ നോ. ഓക്കെ, അപ്പം എനിക്കപ്പത്തെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആ ടൈമിൽ തോന്നിയത് LPU. ഞാൻ സംഹൗ താങ്ക് ഗോഡ് ഞാൻ എടുത്ത ആ ഡിസിഷൻ ആയിരുന്നു ഏറ്റവും നല്ല ഡിസിഷൻ. ഓക്കെ, അപ്പം എനിക്കതൊരു ബെറ്റർ ഓപ്ഷനാണ് എന്ന് കരുതി നിങ്ങളിപ്പോൾ LPU പഠിക്കുന്ന ഒരു 10 സ്റ്റുഡൻസിന് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 8 ആൾക്കാരും പറയും LPU തല്ലിപ്പൊളി കോളേജാണ്, അവിടെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. ചിലപ്പോൾ അതിൽ 2 പേര് പറയും ഭയങ്കര അടിപൊളിയാണ്, നല്ലതാണ്. അപ്പൊ ഞാൻ LPU കുറിച്ചാണ് കുറ്റം പറയല്, കാരണം എനിക്ക് അവിടുന്ന് എപ്പോഴും നല്ല കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ലൈക്ക് എന്റെ ലൈഫിലെ എല്ലാ സക്സസിനും കാരണം ലൈക്ക് ദ തിങ്സ് ഐ ഡിഡ് ദെയർ ആൻഡ് ദ സപ്പോർട്ട് ദേ ഗീവ്. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എനിക്ക് പേഴ്സണലി നല്ല എന്ന് കരുതി LPU എല്ലാവർക്കും നല്ലതല്ല. ഓക്കെ, ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും കോളേജിലും ഇങ്ങനെ അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ആ ഡിസിഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ആ പോയിന്റിൽ കിടക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പെക്ടേഷൻസ് ശരിയാണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ, നമുക്ക് കുറെ ബുക്ക് ഉണ്ട്, ആ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിങ്ങനെ പോകുന്നു. ആ ബുക്കിൽ പഠിച്ചതിന് ബേസ് ചെയ്ത് എക്സാം ഉണ്ടാവും, എക്സാം എഴുതുന്നു, നല്ല മാർക്ക് കിട്ടിയാൽ വലിയ എന്തോ നല്ല പഠിക്കുന്ന ഒരാൾ, നല്ല കരിയറും ഫ്യൂച്ചറും ഒക്കെ മാർക്ക് പറഞ്ഞാൽ അത്ര കരിയറും ഇല്ല അല്ലെങ്കിൽ അത്ര ഫ്യൂച്ചർ ഇല്ലാത്ത ഒരാൾ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വളർന്നു വരുന്നത് അല്ലെ. നമുക്ക് എന്താ പഠിക്കേണ്ടി എന്നുള്ളത് നമ്മുടെ സിലബസിലുണ്ട്, കരിക്കുലത്തിലുണ്ട്, ആ ബുക്കിലുള്ളത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാം എഴുതുന്നു, എക്സാം എഴുതി പാസ്സാവുന്നു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. 10th കഴിഞ്ഞു, നമ്മൾ നല്ലൊരു കോളേജ് +1 +2 കിട്ടുന്നു ബേസ്ഡ് ഓൺ യുവർ മാർക്സ്. +1 +2 നമ്മൾ ഇതുപോലെ പഠിക്കുന്നു, റാങ്ക് കാര്യങ്ങൾ ഇതിനൊക്കെ വെച്ച് നമ്മൾ കോളേജ് കിട്ടുന്നു അല്ലെ. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ പോകുന്നത്. പക്ഷെ കോളേജിൽ എത്തുമ്പോൾ വീണ്ടും നമ്മൾ ഇത്രയും 12-13 കൊല്ലം പഠിച്ചത് എങ്ങനെയാണ്, എക്സാമിന് ബേസ് ചെയ്ത് പഠിക്കുന്നു, മാർക്ക് ഉണ്ടാക്കുന്നു, കോളേജിൽ എത്താം. ഈ ഒരു റൂട്ടിലാണ്. അപ്പൊ കോളേജിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, കോളേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, എന്നിട്ട് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നല്ല മാർക്ക് വന്നു, എന്നിട്ട് നല്ല ജോലി കിട്ടുന്നു എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് എനിക്ക് തോന്നുന്നു 99% ആൾക്കാർ കോളേജിലേക്ക് ഫസ്റ്റ് ആയിട്ട് പോകുന്നത്. റിയാലിറ്റി ഈസ് ഇങ്ങനെ എല്ലാ കോളേജിലും വർക്ക് ചെയ്യുക ആൻഡ് ഇറ്റ് ഡസൻ വർക്ക്.
ഫസ്റ്റ് മനസ്സിലാക്കുക, കോളേജസ് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. ഇനി അവർ പഠിപ്പിച്ചു തന്നാൽ ആ പഠിപ്പിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ജോലിയും കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ 100% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണമെന്നില്ല. അതേ സമയത്ത് 100 ഒരു 50% മാർക്കുള്ളവരും നല്ല ജോലി കിട്ടും. അതുപോലെ കോളേജിൽ ഒന്നും പഠിക്കാത്ത ആരാപാരം നടന്നവനും നല്ല ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കോളേജിലുള്ളത് ഈ പഠിത്തം ബേസ്ഡോ നിങ്ങൾ എക്സാമിന്റെ മാർക്ക് ബേസ്ഡോ അല്ലെങ്കിൽ ഒരു സിലബസ് പഠിച്ചാണ് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ജേർണിയിൽ എത്താം, അങ്ങനെയുള്ള ഒരു രീതിയിലല്ല. ഓക്കെ, അതൊന്നും മനസ്സിലാക്കുക. 2 കോളേജ് നിങ്ങൾക്ക് ഒന്നും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കോളേജസിൽ പഠിപ്പിച്ചില്ല. ഇന്ത്യയിൽ പിന്നെയും പഠിപ്പിച്ചിരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോ ഒരു വെസ്റ്റേൺ ഇപ്പം ഈ യൂറോപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ US കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ചോദിച്ചു, അവിടെ കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് സ്റ്റഡീസ്. അതായത് കോളേജ് പോയിട്ട് ഇപ്പം പ്രൊഫസർമാർ വരും, ഓക്കെ ഇന്ന് നമ്മൾ ഇന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്, എന്നിട്ട് അവർ ആ ടോപ്പിക് നോട്ടിച്ച് 2-3 തിയററ്റിക്കൽ കാര്യം, ഓക്കെ ഇത് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ പോയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തോളൂ, അതിനെക്കുറിച്ച് അസൈൻമെന്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്തോ പറയും. അതായത് ഇതാണ് എന്റെ പ്രൊജക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൊജക്ട്, ഒരു 10 പ്രൊജക്ട് തരും, ഇഷ്ടമുള്ളടുത്ത് സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പൊ ഏതാ കോഡിംഗ് ലാംഗ്വേജ് എന്ന് പോലും അറിയാനുണ്ടാവില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പോയി പ്രൊജക്ട് ഒരു കോഡിംഗ് ഒന്നും അറിയാതെ പോയി ചെയ്ത് പഠിച്ചു തരണം. അപ്പൊ അങ്ങനെയാണ് വെസ്റ്റേൺ കൺട്രീസിലുള്ളത്. ഈ സെയിം അല്ലെങ്കിൽ സിമിലർ ആണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ നാട്ടിൽ പിന്നെയും കൂടുതൽ കുറച്ചെങ്കിലും പഠിപ്പിച്ചിരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മനസ്സിലാക്കാൻ നമ്മൾ സ്കൂളൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇരുത്തി പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്യുക. അതാ ബേസിക്കലി അതാ വേർഡ്, സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സെൽഫ് ലേണിംഗ് ആണ്. കോളേജിൽ പോയാൽ, കോളേജിൽ നല്ല എവിടെ പോയാലും ഇവിടുന്ന് അങ്ങോട്ട് ലൈഫ് മൊത്തം സെൽഫ് ലേണിംഗ് ആയിക്കാരം. കോളേജ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ എന്താ പറയുക കോഗ്നിറ്റീവ് അബിലിറ്റി ഉള്ളിടത്തോളം അല്ല 50, 60, 70 വയസ്സാവുന്നവരൊക്കെ സെൽഫ് ലേണിംഗ് ആണ് ലൈഫ് മൊത്തം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് റിയാലിറ്റി, ഇത് മനസ്സിലാക്കി ഇത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് കോളേജ് ചൂസ് ചെയ്യുക. അല്ലാതെ ഏത് കോളേജ് നല്ലോണം പഠിപ്പിച്ചു തരിക, ഏത് കോളേജിലാണ് കൂടുതൽ ബുക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഏത് കോളേജിൽ നോട്ട്സ് തരിക, ആ രീതിയിലൊന്നും വിചാരിക്കരുത്. ഓക്കെ, അഗൈൻ ഞാൻ നേരത്തെ വീഡിയോ സ്റ്റാർട്ടിങ് അറിയില്ല, ഇത് വേണമെങ്കിൽ എനിക്ക് ഷോർട്ട് ആക്കി പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് കുറച്ച് ലോങ് ആയിട്ട് ലെങ്ത് ആയിട്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് ശരിക്കും മനസ്സിലാവും. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് ഇപ്പൊ ആണെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഒരു 30 സെക്കൻഡ് ഒരു റീൽസോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇടാം. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 പോയിന്റ്സ് നോക്കി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ചിലവർക്ക് അത് ശരിയായി കയറാ ഡിസിഷൻ, എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അപ്പം ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനാട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഞാൻ മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന രീതിയിൽ വീഡിയോ ഷോർട്ട് ആക്കാൻ പറ്റും. അപ്പം ഐ ഹോപ്പ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണും. ആൻഡ് ഞാൻ പറ്റുന്നിടത്തൊക്കെ മറ്റേ ടൈം സ്റ്റാമ്പും കാര്യങ്ങളില്ല. പക്ഷെ ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മിസ് ചെയ്തു. ഓക്കെ, ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള കണ്ടതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇപ്പം കോളേജിൽ അഡ്മിഷൻ എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ കോളേജിൽ എത്തി കഴിഞ്ഞാൽ ഇപ്പം കുറെ പേര് ചോദിക്കുന്നതാണ്, ഈ കോളേജ് വേസ്റ്റ് ഓഫ് ടൈം അല്ലേ, 4 വർഷം നമ്മൾ വെറുതെ അവിടെ പോയിരുന്ന് പഠിച്ചിട്ട് ജോലിയും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ, ബിടെക് പഠിച്ച 85% ആൾക്കാർക്കും ജോലിയില്ല, അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക് ജോലിയില്ല. അപ്പൊ എന്തിനാ വെറുതെ അവിടെ പോയി പഠിച്ച് സമയം കളയുന്നത്, അപ്പൊ ഇതിനൊക്കെ ബോധിട്ടാണോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഡിസിഷൻസ്, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളവരുണ്ട്. അപ്പം എന്തിനാ നമ്മൾ കോളേജ് പോകുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞ മറ്റേ പോയിന്റ് കൂടെ, ടീച്ചർമാരൊന്നും പഠിപ്പിച്ചു തരാനും പോകുന്നില്ല. അപ്പം ടീച്ചർമാർ പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല, 4 വർഷം ടൈമും കളയുന്നത്. അതിനും ഭേദം വേറെ വല്ല മറ്റേ കോഴ്സസിനൊക്കെ പോയിട്ട് നേരെ ജോലിക്ക് പോകുന്നില്ല വിചാരിക്കും. അവിടെയാണ് നിങ്ങളുടെ അടുത്ത എക്സ്പെക്ടേഷൻ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതല്ല നിങ്ങളുടെ ലൈഫ് ഗോൾ. നിങ്ങൾക്ക് ആകെ എത്ര വയസ്സ്, 18 വയസ്സ്, 19 വയസ്സ്, മാക്സിമം ഒരു 25 വയസ്സ്, അത്ര വയസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ജോലി, അതായത് ഈ 18 to 20 ഉള്ളിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്ര പെട്ടെന്ന് ആദ്യം എത്തുന്നു, അങ്ങനെ ആദ്യം ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് അവാർഡും കാര്യങ്ങളും തരാനും പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം ഒരു 18-ാം വയസ്സിൽ ഇനി ജോലി കിട്ടിയെന്ന് വിചാരിക്കും, +2 നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടി എഴുതിയിട്ട് ആരും നിങ്ങൾക്ക് പോയാണ്ട് നിങ്ങൾ വലിയ എന്തോ സംഭവമാണ്, നിങ്ങൾക്ക് അവാർഡ് അല്ലെങ്കിൽ അങ്ങനൊന്നും തരാൻ പോകുന്നില്ല. ഓക്കെ, ആഫ്റ്റർ 5-10 years nobody is going to care about that. ഓക്കെ, അല്ലെങ്കിൽ ആ പ്രായത്തിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ എന്റെ ഫ്രണ്ട്സിനെക്കാളും പെട്ടെന്ന് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന്. ബട്ട് ഡസന്റ് മാറ്റർ. ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ്, 25 വയസ്സല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു 10, 20, 30 കൊല്ലം ജീവിക്കാനും പ്രൊഫഷണലി റെലവെന്റ് ആയി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ദ പോയിന്റ് വാട്ട് ഐ എം സേയിങ് ഈസ് കോളേജ് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റീസൺ ഈസ് നിങ്ങൾ അവിടെ പോയിട്ടാണ് എങ്ങനെയാണ് ഹാർഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഹാർഡ് സ്കിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോളേജിലൊന്നും പഠിക്കും. അപ്പൊ നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യണം. സെൽഫ് ലേൺ ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിൽ ഇഷ്ടമാണ്. അപ്പൊ മെഷീൻ ലേണിംഗ് എന്താണ്, എങ്ങനെയാണ് അതിൽ തിയററ്റിക്കൽ പ്രൊജക്ട്സ് ചെയ്യാം, എന്ത് ലാംഗ്വേജ് പഠിക്കണം, എങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സ്, ഗ്രൂപ്പ്, പിയേഴ്സ് ഒക്കെ ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് പഠിക്കും. പല സ്കിൽസും, അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഫ്രെയിം വർക്ക്സ് ആണെങ്കിലും ഡാറ്റാബേസ് ആണെങ്കിലും ഹാക്കത്തോൺസ് വഴിയും വർക്ക്ഷോപ്സ് വഴിയും അല്ലെങ്കിൽ പിയർ ടു പിയർ കൺവെർസേഷൻസ് വഴിയും അല്ലെങ്കിൽ ടീം വർക്ക് വഴിയും പല രീതിയിൽ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ഹാർഡ് സ്കിൽസ് അവിടുന്ന് പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് സോഫ്റ്റ് സ്കിൽസ് പഠിക്കണം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ എനിക്കൊരു 2 ലക്ഷം ലൈനുള്ള ഒരു വലിയൊരു പ്രൊജക്ട് എഴുതി പഠിക്കാം.
നോബഡി ഈസ് ഗോയിങ് ടു കെയർ അബൌട്ട് മീ. ഓക്കെ, പക്ഷെ ഞാനത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് അതിന് എത്രത്തോളം എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രത്തോളം എക്സ്പോഷർ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ട് അതിന് റെലവെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കഗ്നീഷൻ കൊടുക്കുക. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് സ്കിൽ വേണം, നമുക്ക് പ്രസന്റേഷൻ സ്കിൽ വേണം, പറയാൻ പറ്റണം കാര്യങ്ങൾ, അത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഈ മലയാളത്തിൽ പറയുന്ന പോലെയല്ല, ഇംഗ്ലീഷിൽ നമുക്ക് ഇപ്പൊ കുറെ പേർക്ക് ഞാൻ കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മീറ്റിംഗ് തന്നെ എക്സിറ്റ് അടിച്ച് പോകുന്നതുണ്ട്. അപ്പം ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോളേജസിൽ പോയേ മതിയോ. ഈ കോളേജസിലുള്ള ഇവന്റ്സിലും പ്ലാറ്റ്ഫോംസിലും അല്ലെങ്കിൽ കുറെ സംസാരിക്കാനുള്ള അവസരങ്ങൾ കോളേജസിൽ ഒരുപാട് നിങ്ങൾക്ക് വരും. സോ ഡെഫിനറ്റ്ലി യൂസ് ദാറ്റ്. എങ്ങനെയാണ് സോഫ്റ്റ് സ്കില്ലും കാര്യങ്ങളും ഉണ്ടാവില്ല, എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം, എല്ലാവരോടും. ഇപ്പൊ നമുക്കൊരു നല്ല പ്രോജക്ട്, പക്ഷെ എല്ലാവരോടും അത് ഒരു പ്രോജക്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 3 കമ്പനീസിനടുത്ത് 3 രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ വൺ ഓൺ വൺ കോൾ ഉണ്ടാകുമ്പോൾ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ചില കാൻഡിഡേറ്റ്സിന് 3 കമ്പനീസിനൊക്കെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ പറയും ഓക്കെ, ഈ കമ്പനിക്ക് നിന്റെ സെയിം റെസ്യൂമേ പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യണം. രണ്ടാമത്തെ കമ്പനിക്ക് ഈ കാര്യങ്ങൾ പറയത് മറ്റേ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രസന്റ്. അപ്പൊ പ്രസന്റേഷൻ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പ്രസന്റേഷൻ എന്തിനാന്ന് വെച്ചാൽ എങ്ങനെ ഓരോരുത്തരെ ഡീൽ ചെയ്യണം, എങ്ങനെയാണ് ഓരോ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ അഡൽട്ട് ആയ സ്ഥിതിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് കോളേജ് ലൈക്ക് യുവർ എക്സ്പെരിമെന്റൽ ഗ്രൗണ്ട്. അതായത് നിങ്ങൾക്ക് കോളേജിനുള്ളിൽ നിങ്ങൾക്ക് കുറെ എക്സ്പെരിമെന്റ്സ് നടന്നിട്ട് അത് പുറത്തു പോയി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് നല്ലപോലെ അല്ല ഡീൽ ചെയ്യുന്ന വെച്ചാൽ പ്രശ്നമാവും അല്ലെ. നിങ്ങൾ ചെയ്യുന്നത് ലീഗലോ ഇല്ലീഗലോ ആയിട്ടുള്ള നിങ്ങൾക്ക് കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും അല്ലെ. നിങ്ങൾ പ്രൊഡക്ഷൻ കോഡ് അല്ലെങ്കിൽ ഡാറ്റാബേസ് കോഡിന്റെ ഇമ്പോർട്ടൻസ് അറിയാതെ നിങ്ങൾ അതിന് മുന്നേ ഒരു ചെറിയൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്തിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ സെർവർ അടിച്ചു പോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും അല്ലെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോൺസിക്വൻസസ് എന്താണ്, ഓരോ ഡിസിഷന്റെ പിന്നിലെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാതെ നിങ്ങൾക്ക് പുറത്ത് വേൾഡ്, അതായത് റിയൽ വേൾഡ് പോയിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. കോളേജിനുള്ളിൽ പോയി നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് ടൊറന്റ് ഡൗൺലോഡ് ചെയ്യാൻ ഞങ്ങൾ ലാബിനുള്ളിൽ ഞങ്ങൾ KVM സെർവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലാബിലെ കമ്പ്യൂട്ടർ ഒന്നും ഓഫ് ആവാതെ വെച്ചാണ്ട് ഞങ്ങൾ കുറെ ഫിലിംസ് ഒക്കെ ലാബിനുള്ളിലത്തെ ടൊറന്റ് യൂസ് ചെയ്തിട്ട് ഹിഡൻ ആക്കി ഡൗൺലോഡ് ചെയ്യുന്ന കുറച്ച് ഉടായ്പ പ്രോജക്ട്സ് ഒക്കെ ചെയ്യലുണ്ടായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്. അതൊന്നും എനിക്ക് റെസ്യൂമിൽ ചെയ്താൽ പക്ഷെ വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ ആൻഡ് വി ഹാഡ് ലോട്ട് ഓഫ് ലേണിംഗ് റൈറ്റ്. അപ്പം എങ്ങനെയാണ് ഒരു KVM ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക, അതൊക്കെ പഠിച്ചത് എന്തിനാ, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊന്നും നമുക്ക് പുറത്തു പോയിട്ട് വേറെ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് കുറെ ലീഗൽ ട്രബിൾസ് വരെ വരും. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് പല എക്സ്പെരിമെന്റ്സും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, അതുപോലെ അഡൽട്ട്ഹുഡിലേക്കുള്ള പല എങ്ങനെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, പല ടൈപ്പ് ഓഫ് ഇമോഷണൽ സിറ്റുവേഷൻസ്, അതുപോലെ ലോജിക്കൽ സിറ്റുവേഷൻസ്, പല ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നത്, പല സാഹചര്യങ്ങളെ നേരിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറേ ലൈഫ് എക്സ്പീരിയൻസസ് വരും. അപ്പം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം കോളേജ് പോകേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ 2 കോണ്ടെക്സ്റ്റ് ആണ്. ഒന്ന് നിങ്ങൾ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നത്, 2 കോളേജ് പോകുന്നതിനെ കുറിച്ച്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാൻ പോകുന്ന എല്ലാ ഡിസിഷനും ഒരൊറ്റ പ്രൈമറി ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതായത് നിങ്ങളുടെ അടുത്ത 10-20 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ മിനിമം ഒരു 5 കൊല്ലത്തേക്ക്, നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് നിങ്ങളെ പ്ലാൻ എന്താണെന്നുള്ളത് സ്ട്രോങ് ആക്കിയിട്ട് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ആ സാധനം സ്ട്രോങ് അല്ലെങ്കിൽ ഇപ്പം ഓക്കെ അടുത്ത 5 ഇയേഴ്സ് എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് കമ്പനീസിൽ അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത 10 ഇയേഴ്സിൽ ഞാൻ ഇങ്ങനെ ലെവലെത്തണം എന്നുള്ളൊരു ഗോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇപ്പൊ കുറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ ചിലർ നല്ല മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യും, മാസ്റ്റേഴ്സ് അല്ലേ ഞാൻ മറ്റേ ബിടെക് കഴിഞ്ഞിട്ട് അപ്പത്തെ സാഹചര്യം പോലെ മാസ്റ്റേഴ്സ് എടുത്തോളാം, ചിലപ്പോൾ ജോലി കിട്ടിയാൽ ജോലിക്ക് പോകും, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നു പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ BCA പഠിച്ചാണ്ട് ഞാൻ BCA പഠിച്ചിട്ട് ഒന്ന് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് കിട്ടുമോ നോക്കാം, കിട്ടിയിട്ടില്ല നേരെ MCA കയറാമല്ലോ, എന്തെങ്കിലും കോളേജിൽ പോയി ഇങ്ങനെ സമയങ്ങൾ. അപ്പൊ അങ്ങനെ അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അപ്പം തീരുമാനിക്കാന്ന് വിചാരിക്കുന്ന മെജോറിറ്റി ആൾക്കാരുണ്ട്. ദാറ്റ് ഡസന്റ് വർക്ക് ഹിയർ. ഓക്കെ, എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല ഞാൻ പറയാം. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോൾ ഇല്ലാതെയാണ് നിങ്ങൾ BTech എടുക്കുന്നത് അല്ലെങ്കിൽ BCA എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം തീരാൻ നേരത്തേക്ക് ആലോചിക്കുക, ഇതിപ്പോ തീരാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ അടുത്തത് വേണമെങ്കിൽ മാസ്റ്റേഴ്സിന് പോവാം. പിന്നെ മാസ്റ്റേഴ്സും പോയി കഴിഞ്ഞിട്ട് അപ്പോഴും വലിയ ഗോളും കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങോട്ട് ലാസ്റ്റ് പറയും ഇനിയിപ്പോ ഇതും കഴിഞ്ഞ് ഇപ്പൊ ജോലി ഇല്ല, ഇനി എന്ത് ചെയ്യും, ഞാൻ വല്ല കോഴ്സിനും പോയാണ്ട് എങ്ങനെയും ഒരു ജോലി കിട്ടുമെന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പോയി ജോലി കിട്ടാണ്, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചത്? നിങ്ങളെ സമയം പോയി 6 കൊല്ലം നിങ്ങൾ ഇതൊക്കെ പഠിച്ചാണ്ട് ജോലി ഇല്ലേതില്ല, പിന്നെ എന്തിനോട് പോയി പഠിച്ച് എന്തിനീ 6 കൊല്ലം വെറുതെ വേസ്റ്റ് ചെയ്ത് എന്തിനല്ല വീട്ടിലിരിക്കുന്നല്ലായിരുന്നു. അപ്പം ദ പോയിന്റ് ഈസ് നിങ്ങൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യും. അപ്പം എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയായിരുന്നു എനിക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ആൻഡ് ഐ വാണ്ട് ടു വർക്ക് ഇൻ എ വെരി ഗുഡ് കമ്പനി ആൻഡ് മിനിമം 10 lakhs സാലറി വേണം. ഇതായിരുന്നു എന്റെ ഗോൾ. ആൻഡ് ഐ വാസ് വെരി ഷുവർ ദാറ്റ് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണ്ട, MTech ചെയ്യണ്ട എന്നുള്ളത് ഞാൻ ഡെഫിനറ്റ്ലി എടുത്തൊരു ഡിസിഷൻ. കാരണം ഞാൻ MTech ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചെയ്യണേ IIT ചെയ്യുള്ളൂ, അബ്രോഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക്
ഞാൻ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് ഞാൻ എടുത്ത ഡിസിഷനാണ്. രണ്ടാമത്തത് എനിക്കൊരു ജോബിന് വേണ്ടിയിട്ട് അപ്പത്തെ ഒരു 10 lakh സാലറിയിലുള്ള ജോബ് കിട്ടാണ്ട് എനിക്ക് എംടെക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നല്ല ബോധമുണ്ട്. ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എംടെക്. ഓക്കെ, അപ്പൊ ആ ഒരു ഗോൾ എനിക്ക് ഭയങ്കര ഷുവർ ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഐ ഹാവ് ടു ഡു ബിടെക്. ആൻഡ് ബിടെക് തീരുന്നതിന് മുന്നേ, അതായത് 4 വർഷമാണ് ബിടെക്, 3rd ഇയർ ആകുമ്പോൾ എനിക്ക് ജോലി എന്തായാലും മേടിച്ചെടുക്കണം എന്നുള്ളത് ഒരു ഗോളാണ്, ഭാഷയാണ്. അതും ഏത് ടൈപ്പ് ഓഫ് കമ്പനി എന്നുള്ളത് എനിക്കറിയാം. ഇത് ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന മിക്ക എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോഴത്തെ കുറെ ജൂനിയേഴ്സ് ആണെങ്കിലും ലൈക്ക് ഈവൻ സീനിയേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ ഗോൾ വെച്ചിട്ടാണ് പ്ലാൻഡ് ആയിട്ടാണ് പറ്റും. ചിലവരുണ്ടാവും ബിടെക്കിൽ അവർക്ക് അറിയാം ബിടെക് കഴിഞ്ഞാൽ ഞാൻ അടുത്ത MS ചെയ്യാൻ US പോകും, അല്ലെങ്കിൽ അടുത്ത ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ ജർമ്മനിയിലേക്കാണ് പോകുന്നത്. ലൈക്ക് ദേ നോ ഷുവർ, ലൈക്ക് US ഏത് കോളേജ് പോകുന്ന അവർക്കറിയാം, ജർമ്മനിയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക്. അപ്പം ഇതൊക്കെ വെൽ എസ്റ്റാബ്ലിഷ് പ്ലാൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ദേ ഹാവ് പ്രിറ്റി ഗുഡ് ലൈഫ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, അതായത് അവർ ഗോൾ കിട്ടാനും അത് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വെരി വെരി ഹൈ ആണ്. റാദർ ദാൻ നിങ്ങൾ ഓക്കെ അപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് നടക്കില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു നെക്സ്റ്റ് 5 to 10 years എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫ് ഗോൾ. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഒരു PhD അല്ലെങ്കിൽ ആ ലെവലിൽ പോകാനാണോ ഇഷ്ടം, അതോ നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് അബ്രോഡിലൊക്കെ ചെയ്ത് അവിടുത്തെ ഏതെങ്കിലും വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്നുള്ള വലിയ വലിയ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ നല്ല സാലറി പാക്കേജ് 20 lakh 30 lakh സാലറി പാക്കേജിന് വർക്ക് ചെയ്യണം, അത് ഏത് പൊസിഷനിൽ ഏത് ലൊക്കേഷനിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ ഒരു പ്ലാനിൽ പോകണം. ഓക്കെ, ദിസ് പ്ലാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിഫോർ ചൂസിങ് യുവർ യൂണിവേഴ്സിറ്റി. ഇപ്പൊ മനസ്സിലായി, ഒരു യൂണിവേഴ്സിറ്റി ഡിസിഷൻ എടുക്കുന്നതിന്റെ പിന്നിലുള്ള ഇത്രയും കുറെ ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫാക്ടേഴ്സ് കുറെ പേര് ആലോചിക്കുന്നില്ല, പക്ഷെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് വരില്ല. വെച്ചാൽ ഈ 4th ഇയറിലൊക്കെ എത്തിയിട്ട് ജോലിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ എന്റെ കോളേജിൽ ഇതൊന്നും പഠിപ്പിച്ചിരുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ തെറ്റല്ല, ഇത് കോളേജിന്റെ തെറ്റാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അടുത്ത കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ലൈഫ് പ്ലാൻ കഴിഞ്ഞ അടുത്ത കോണ്ടെക്സ്റ്റ് കംപ്ലൈന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കൂളിലാണ് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം, ആ ടീച്ചർ നല്ലോണം പഠിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞത്, എന്റെ മാത്സ് ടീച്ചർ ശരിയല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആ ടീച്ചർ പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് മാത്സിൽ മാർക്ക് കുറഞ്ഞു. സയൻസ് ടീച്ചർ വെറുതെ ക്ലാസ്സിൽ വന്ന് മറ്റുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ, എന്നെ പഠിപ്പിക്കൂല, പഠിപ്പിച്ചവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ, നമുക്ക് കഴിയില്ല. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ നല്ല സുഖം. വീട്ടുകാരോട് പോയി പറയാം ഇത് മാർക്ക് കുറഞ്ഞ എന്റെ പ്രശ്നം കേട്ടോ, ആ ടീച്ചറിന്റെ പ്രശ്നം പറയാം, അല്ലെങ്കിൽ എന്റെ സ്കൂൾ ഒട്ടും ശരിയല്ല, എന്റെ ഫ്രണ്ട് പഠിക്കുന്ന സ്കൂളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ട്യൂഷൻ സെന്റർ അത്ര ഓക്കെ അല്ല, മറ്റോ പോകുന്ന ട്യൂഷൻ സെന്റർ ആണല്ലേ, എന്റെ എൻട്രൻസ് കോച്ചിങ് സെന്റർ പൈസ കുറവായതുകൊണ്ട് അത്ര ക്വാളിറ്റി ഉള്ളൂ, മറ്റോ പഠിക്കുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നല്ല പൈസ കൊടുക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എന്ത് കംപ്ലൈന്റ് ചെയ്യായിരുന്നു. ഓക്കെ, കോളേജിൽ എത്തി നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു ആ ടീച്ചർ പഠിപ്പിച്ചെന്നാലും പഠിപ്പിച്ചെന്നിട്ടില്ലെങ്കിലും ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, കംപ്ലൈനിങ് വിൽ നോട്ട് ഹെൽപ്പ് യു ദർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 3rd ഇയറിലോ അല്ലെങ്കിൽ 4th ഇയറിലോ എത്തുമ്പോൾ എനിക്ക് അങ്ങനത്തെ കുറെ മെസ്സേജ് ഉണ്ട്, അതെ എനിക്കിപ്പോ ജോലി ഇല്ല, ഞാൻ ഇങ്ങനെ ജോലി കിട്ടും. ഞാൻ പറയും നീ ഇന്നെ കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഇന്നെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായോ, എന്റെ കോളേജിൽ എന്നോട് പ്രൊജക്ട് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാനാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം വൺ തിങ്, അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല, സ്വന്തമായിട്ട് പ്രൊജക്ട് ചെയ്യണം എന്നല്ല കോളേജ് ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ഞാൻ ഓക്കെ എന്നാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് കോളേജിൽ പഠിപ്പിച്ച C ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്റെ ബാക്കിയുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഞാൻ കോളേജിൽ പഠിപ്പിച്ചെന്നില്ല. അപ്പൊ ഞാൻ ഓക്കെ ദെൻ യു ഹാവ് ടു സെൽഫ് ലേൺ. അപ്പൊ അതെ എന്റെ കോളേജ് ഭയങ്കര മോശം, അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ ശരി അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. ആസ് എൻ അഡൽട്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്ന എല്ലാ തകർച്ചയും എല്ലാ പ്രോബ്ലംസും കുറവുകളൊക്കെ നിങ്ങൾ തന്നെ സ്വയം സെൽഫ് ഓൺ യുവർ പ്രോബ്ലംസ് ആൻഡ് ട്രൈ ടു സോൾവ് ഇറ്റ്. ഓക്കെ, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് കോളേജിനെ കുറ്റം പറഞ്ഞിട്ടോ പ്രൊഫസർമാരെ കുറ്റം പറഞ്ഞിട്ടോ നമ്മുടെ പാരന്റ്സിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് സാഹചര്യത്തിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രശ്നം നമ്മളുടെ മാത്രമാണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അക്സെപ്റ്റ് ദാറ്റ്. അത് നമ്മളുടെ ഉത്തരവാദിത്തം നന്നാക്കുക എന്നുള്ളത്. നമുക്ക് ആരും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഉണ്ട്, യൂട്യൂബ് കയറി ഇരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആരും പ്രൊജക്ട് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞ് സ്വന്തമായിട്ട് ഐഡിയ ഉണ്ട്, ആരും ഐഡിയ പറഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്റെ ബാച്ചിൽ ഞങ്ങൾക്ക് ആർക്കും ഒരാൾ വന്നിട്ട് ഐഡിയ പറഞ്ഞില്ല. നമ്മളിങ്ങനെ കുറെ ഇതിനെ കുറിച്ച് വായിക്കുമ്പോഴും ഈ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലൊക്കെ നമുക്ക് കുറെ ഐഡിയാസ് വരും ഓട്ടോമാറ്റിക്കലി. എനിക്ക് കുറെ ഐഡിയാസ് നമ്മൾ വെറുതെ DSA പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറെ എണ്ണം വരും. അപ്പൊ അതൊക്കെയാണ് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇരിക്കുക, എഫേർട്ട് ഇടുക, കണ്ടുപിടിക്കുക, നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ ഓക്കെ, സോ ഡോണ്ട് കംപ്ലൈൻ ആൻഡ് ടേക്ക് യുവർ ലൈഫ് ഇൻ ടു യുവർ ഹാൻഡ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ ഓൺ ദാറ്റ്. ഓക്കെ, അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരെ പോയിട്ട് കുറ്റം പറയാനോ കംപ്ലൈന്റ് ചെയ്യാനോ എന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ കോണ്ടാക്ട്. പിന്നെ വേറൊരു കാര്യമുള്ള കോഴ്സ്, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ കോഴ്സ് സെലക്ഷൻ ഒരു വലിയ ടോപ്പിക്കാണ്, ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഒരു 7 ഫാക്ടേഴ്സ് പറഞ്ഞുതരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കോണ്ടെക്സ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇനി ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രാൻഡ് വാല്യൂ. യൂണിവേഴ്സിറ്റിന്റെ ബ്രാൻഡ് വാല്യൂക്ക് നല്ല കാര്യമുണ്ട്. കാരണം ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് ബ്രാൻഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ IIT ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ പോയിന്റ്സും ബൈ ഡിഫോൾട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിക്കാരം. ആൻഡ്
ഇറ്റ് ഹാസ് എ ഗുഡ് ഹൈറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അബ്രോഡിൽ ഏത് രാജ്യത്ത് പോകണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ IIT പഠിച്ച ഗുഡ്, IIT അല്ലാത്ത വേറെ ഏത് കോളേജ് പഠിച്ചു കഴിഞ്ഞാലും ആവറേജ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിനിപ്പോൾ നിങ്ങൾ NIT പഠിച്ചാലും അല്ലെങ്കിൽ തൊട്ടും അപ്പുറത്തെ ഏതെങ്കിലും മൂലക്കളുടെ ഒരു കോളേജ് പോയി പഠിച്ചു കഴിഞ്ഞാലും ഒരേപോലെയാണ് ഇവിടെ അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസ് കാണുന്നത്. ഓക്കെ, ചില കമ്പനീസ് അങ്ങനെ IIT മാത്രമേ ഹയർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഓല ക്യാബ്സ് അതിലൊക്കെ IIT മാത്രമേ ഹയർ ചെയ്യുള്ളൂ. അതുപോലെ കുറെ ഇപ്പം ടവർ റിസർച്ചിന് ഇപ്പൊ ഫ്രഷേഴ്സിന് കൊടുക്കുന്ന സാലറി 50 lakh തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 50 lakh നിങ്ങൾക്ക് ഒരു 21-22 വയസ്സാകുമ്പോൾ കിട്ടും. 50 ലക്ഷത്തിന്റെ സാലറി കിട്ടുന്ന ജോബ് ടവർ റിസർച്ച് ഇന്ത്യയിലുള്ളതാണ്. പക്ഷെ അവര് IIT ഹയർ ചെയ്യുന്നത്. അവർ IIT IISc ഈ 2 യൂണിവേഴ്സിറ്റിന്ന് മാത്രമേ അവർ ഹയർ ചെയ്യുള്ളൂ. അപ്പം പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് വാല്യൂക്ക് നല്ല കാര്യമുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കും. ആ ബ്രാൻഡ് വാല്യൂ വെച്ച് നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. അതായത് നമുക്ക് പ്രിവിലേജസ് കിട്ടുകയെന്നല്ല. അപ്പൊ നിങ്ങൾ കണ്ടു ചില പൈസക്കാര്യങ്ങൾ നടന്നു വരുമ്പോൾ അവർക്ക് ആരെങ്കിലും ഒക്കെ ഡോർ തുറന്നു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരെ കാറിന് ഡോർ കൊടുക്കുന്നത്, കാരണം ദേ ഹാവ് ദാറ്റ് പ്രിവിലേജസ്, റൈറ്റ്? അവർക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ നമുക്ക് ടേബിൾ കിട്ടുന്നില്ല, റിസർവേഷൻ എത്ര ഇതും കിട്ടില്ല. പക്ഷെ അതുപോലെ മമ്മൂട്ടിയോ ദുൽഖറോ മോഹൻലാലൊക്കെ പോലത്തെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ റിസർവേഷൻ പെട്ടെന്ന് ആ സീറ്റൊക്കെ അവർ കൊടുക്കും അല്ലേ? കാരണം ദേ ഗെറ്റ് ദാറ്റ് പ്രിവിലേജസ്. ആ പ്രിവിലേജസ് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നല്ല എഞ്ചിനീയറിംഗ് എക്സാമിനൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ടാർഗറ്റ് ഫോർ IIT. ഓക്കെ, ഇതിന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഇത് കിട്ടും, ഇതിനുള്ള കാലിബർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ പിന്നെ വേറെയുള്ള കോളേജസ് കൺസിഡർ ചെയ്യാൻ നിൽക്കണം. അവർ ഫോക്കസ് ഫോർ IIT ആൻഡ് സ്റ്റഡി ഫോർ IIT അല്ലെങ്കിൽ IISc ഫോക്കസ് ചെയ്ത് പഠിക്കാം. ലൈക്ക് ഐ നോ എല്ലാവർക്കും അത് പോയി കിട്ടാൻ പോകുന്നില്ല. എസ്പെഷ്യലി ലൈക്ക് അവിടെ ആകെ 60 കുട്ടികൾ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൺലി 60 ഓഫ് ദം വിൽ ഗെറ്റ്, ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ ഐ നോ ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ എവരി വൺ. പക്ഷെ നിങ്ങൾക്ക് അതിന് കാലിബർ ഉള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ബ്രാൻഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്. ആൻഡ് ബ്രാൻഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വളരെ കുറവാണ്. IITs ഉണ്ട്, ചില NITs ഉണ്ട്, ചില IIITs ഉണ്ട്, IISc ഉണ്ട്, വെരി ഗുഡ്. പിന്നെ ബിറ്റ്സ് പിലാനി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് അപ്പുറം വേറെ നല്ല കോളേജസ് ഒന്നും അത്ര ബ്രാൻഡ് വാല്യൂ ഉള്ളത് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവ. ബാക്കിയുള്ള ഇവൻ ഞാൻ പഠിച്ച കോളേജ് വരെ വലിയ വലിയ പ്രൊമോഷൻ കൊടുക്കും, പക്ഷെ അതൊന്നും അത്ര ബ്രാൻഡ് വാല്യൂ ഉള്ള കോളേജസ് ഒന്നും അല്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും അത്ര നല്ലതല്ല. ഓക്കെ, അപ്പം ഇത്ര ബ്രാൻഡ് വാല്യൂ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് ആണ് ഈ രണ്ടാമത്തെ പോയിന്റ്. അതായത് പ്ലേസ്മെന്റ് സെല്ലും പ്ലേസ്മെന്റ്സ് ഉള്ള ഒരു കോളേജ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പ്ലേസ്മെന്റ് ഉണ്ടോ പ്ലേസ്മെന്റ് സെല്ല് ഉണ്ടോ എന്നൊക്കെ എങ്ങനെ നോക്കുക? അപ്പൊ നമ്മൾ ഈ ആഡ് കണ്ടിട്ടുണ്ട്. അപ്പം അഗൈൻ ഞാൻ എന്റെ യൂണിവേഴ്സിറ്റിന്റെ ആഡ് എടുത്ത് പറയാം. എന്റെ കോളേജിന്റെ ആഡ് നിങ്ങൾ എല്ലാവരും മിക്കവരും കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന അത്ര വലിയ സംഭവത്തിലുള്ള പ്ലേസ്മെന്റ് ഒന്നും അവിടെ നടക്കുന്നില്ല. പക്ഷെ അവിടെ പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ആഡ് കണ്ടാൽ വിചാരിക്കും അവിടെ പഠിക്കുന്ന എല്ലാവർക്കും ഇത്ര പൈസയുടെ സാലറി കിട്ടുന്നത് അത്രക്കൊന്നുമില്ല. ഒക്കെ അവിടെ 3000 വന്നാലും 2-3 ആൾക്കാർക്ക് അത്ര കിട്ടുന്നുള്ളൂ. അതും റയർലി 5 കൊല്ലത്തിൽ 10 കൊല്ലത്തിലേക്ക് വരുന്ന. അങ്ങനെ ഇപ്പൊ 8 കൊല്ലം മുന്നത്തെ എടുത്തിട്ട് എൻ്റെ ഒക്കെ എടുത്തിട്ടാണ് അവര് പരസ്യം അടിച്ചിറക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം പരസ്യം കണ്ടിട്ടല്ല അതിൽ പോകേണ്ടത്. ഓക്കെ, അപ്പം ഡോണ്ട് ഫോക്കസ് ഓൺ ദ ആഡ് ഓർ എനിത്തിങ്. നിങ്ങൾക്ക് എങ്ങനെ അവിടെ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്, എങ്ങനെ പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടെന്ന് അറിയിച്ചാൽ ലിങ്ക്ഡിൻ പോയിട്ട് ഈ ആൾക്കാരെ സെർച്ച് ചെയ്യലോ, ഈ ആൾക്കാരെ സെർച്ച് ചെയ്യുന്ന ടാബിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ഫിൽറ്റർ ഇടുക. ബട്ട് അവിടെ ഈ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് ആ യൂണിവേഴ്സിറ്റിന്റെ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പഠിച്ച ആൾക്കാർ ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അവർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ 2014 to 2018 ബാച്ച് ആണെങ്കിൽ ഈ 2018 തൊട്ടിട്ടാണ് അവർ അടുത്ത കമ്പനി വർക്ക് ചെയ്യുന്നത്. അടുത്ത കമ്പനി ഏതാ നോക്കുക. അപ്പോൾ അവർ നല്ല നല്ല കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ IIT പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ പ്രൊഫൈൽ എടുത്താൽ മിക്ക ആൾക്കാർ നല്ല നല്ല കമ്പനീസിലേക്ക് വർക്ക് ചെയ്യുക. ഗ്രാജുവേഷൻ ഇയർ തൊട്ടിട്ട് തന്നെക്കാർ അവരുടെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ യു നോ ദാറ്റ് കോളേജ് പ്രൊവൈഡ്സ് ഗുഡ് ജോബ് ഓപ്പർച്യൂണിറ്റി. അവിടെ പഠിച്ചവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് ഓൾറെഡി നല്ല നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളത്. സെയിം ലോജിക് നിങ്ങളിപ്പം LP ഉണ്ടതോ അല്ലെങ്കിൽ SRMO VIT GECയോ ഏതെങ്കിലും കോളേജിന്റെ ലിങ്ക്ഡിൻ പോയിട്ട് അവിടുത്തെ അലൂമിനൈസ് എവിടെ വർക്ക് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അവർ വർക്ക് ചെയ്യുന്നത് ഏത് ഇയർ തൊട്ടിട്ട് അവർ വർക്ക് സ്റ്റാർട്ട്. അല്ലാതെ ഇപ്പൊ 2018 പാസ് ഔട്ട് ആയ 2022 പുതിയ ഫസ്റ്റത്തെ ജോലി കയറുന്നുണ്ടെങ്കിൽ അത്ര പോരാ. മേ ബി ഒരാളെ വെച്ചിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്, 10-20 ആൾക്കാരെ നോക്കണം കേട്ടോ. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ ഒരു 10-20 ആൾക്കാരെ പ്രൊഫൈൽ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ ഏതൊക്കെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്. ആ കമ്പനീസ് നല്ല ഇപ്പം കുറെ പേര് ഗൂഗിളിലും ഫേസ്ബുക്കിലും മെറ്റയിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് യൂണിവേഴ്സിറ്റി ഇസ് റിയലി ഗുഡ്. അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ നല്ല നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ LPയുടെ ഒരു എക്സാം, LPയിലുള്ള ആൾക്കാർ തൊട്ട് അവിടെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും എല്ലാ നല്ല കമ്പനീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗൂഗിളിലുണ്ട്, സൂമിലും, അങ്ങനെ എല്ലാ വലിയ വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിലുള്ളവരുണ്ട്, മെറ്റയിലുള്ളവരുണ്ട്. അപ്പം എൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച കുറേ നല്ല അതുപോലെ കുറേ പേര് കുറേ ചീത്ത കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് LP ഈസ് എ വെരി ബിഗ് കോളേജ് വിത്ത് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. അതുകൊണ്ട് ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് എല്ലാ ടൈപ്പ് കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ നിങ്ങൾ വേറെ ഏരിയയിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എടുത്തു നോക്കുക, അവിടുത്തെ അലുമിനീസ് ഒക്കെ ഇവിടെ പഠിക്കുന്നു നോക്കുക. അപ്പോൾ യു വിൽ നോ ദാറ്റ് ഇഫ് ദാറ്റ് കോളേജ് ഹസ് ഗുഡ്
പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട്, ഏത് ഇയറിലാണ് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ അവിടെ പഠിക്കുന്ന വല്ല സ്റ്റുഡൻസ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി തേർഡ് ഇയറിലൊക്കെ ഉള്ള കുട്ടികളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റണം. അവരോട് ചോദിക്കുക നിങ്ങളുടെ കോളേജിൽ പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ടോ, ഏതൊക്കെ കമ്പനീസാണ് വരുന്നത്, ഇതൊക്കെ ലിങ്ക്ഡിനിലൊക്കെ റീച്ച് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവിടെ പാസ് ഔട്ട് ചെയ്തെങ്കിൽ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ കോളേജിൽ പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഇപ്പം എനിക്ക് മെസ്സേജ് അയച്ച് ഹെൽപ്പ് ചെയ്യുന്നവർ ചോദിക്കുന്നത് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ മിക്ക അലൂമിനൈസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലേസ്മെന്റ് സെൽസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിറങ്ങിയ ആൾക്കാരോടോ അല്ലെങ്കിൽ അവിടുത്തെ കറന്റ് തേർഡ് ഫോർത്ത് ഇയർ പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. ഈ കറന്റ് പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ആകെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഈ കൺഫർമേഷൻ ബയസ് ആണ് സാധനം. ഓക്കെ, ഒന്നുകിൽ ഞാൻ ചെയ്യുന്നതാണ് ഒക്കെ ശരി, ഞാൻ എടുത്ത ഡിസിഷനാണ് ഏറ്റവും ശരി തോന്നിയാണ്ട് നമ്മൾ അതിനെ മാത്രം സപ്പോർട്ട് ചെയ്തു. അപ്പം ഇപ്പോൾ ചോദിക്കുകയാണ് എന്റെ കോളേജ് നല്ലതാണ്, എന്റെ കോളേജ് ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്, കുഴപ്പമില്ല എന്നാണ്, ഞാൻ എടുത്തത് മോശമാണ് ആരോടും പറയാൻ പാടില്ല. അപ്പൊ ആ രീതിയിലും ആൻസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ സ്വന്തം കോളേജിനെ കുറ്റം പറയുന്ന ടീംസ് ഉണ്ട്. അത് ഈ കോളേജ് വന്നിട്ട് ഒരു കാര്യമില്ല, പൊട്ട കോളേജാണ് അങ്ങനെ. അപ്പം ഈ രണ്ട് എക്സ്ട്രീമിലും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ട്രാപ്പിൽ പെടാതൊക്കെയാണ് ഞാൻ അലൂമിനൈസിനോട് ചോദിക്കുന്നത്. അലൂമിനൈസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള ആൻസർ വെക്കണം. അവർക്ക് ജനുവലി കുറ്റം പറയണമെന്നാണ് ജനുവലി കുറ്റം പറയും, അവർക്ക് ജനുവലി നല്ലത് പറയണം നല്ലത് പറയും. ഇപ്പം ഞാൻ എൽ പിയിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് എൽ പിന്റെ ഫീഡ്ബാക്ക് ഞാൻ ചിലപ്പം ചെറുതായിട്ട് നെഗറ്റീവ് പറഞ്ഞു, പക്ഷേ എൽ പിന്ന് പഠിച്ചിറങ്ങിയ ശേഷം എനിക്ക് ചെറുതായിട്ട് പോസിറ്റീവാണ് പറയാനുള്ളത്. അപ്പം ഐ എം ഓൾസോ ബയാസ്ഡ് അബൌട്ട് എൽ പി. ഓക്കെ, അപ്പം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അങ്ങനെ ഇപ്പം പ്ലേസ്മെന്റിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ പറഞ്ഞ പോലെ അലൂമിനൈസ് കമ്മ്യൂണിക്കേറ്റ്. അപ്പം മൂന്നാമത്തെ എന്റെ പോയിന്റ് ആണ് അലൂമിനൈസ്. ഓക്കെ, ഈ അലൂമിനൈസ് എവിടെ വർക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കോളേജ് എത്രത്തോളം നല്ലതാണ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 3 പോയിന്റ് കവർ ചെയ്തു അല്ലെ. ബ്രാൻഡ് വാല്യൂ, പ്ലേസ്മെന്റ് സെൽ ഉണ്ടോ, പിന്നെ അലൂമിനൈസ് എന്ത് ചെയ്യുന്നു, അവർ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു, ഏത് ഇയറിൽ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ 3 പോയിന്റ് ഇപ്പൊ കവർ ചെയ്തു. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് അവിടുത്തെ ഫാക്കൽറ്റീസും ആ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റിസർച്ച് അല്ലെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ. അപ്പോൾ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ അവിടെ നിങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രൊഫസേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം ആ കോളേജിൽ ഇനഫ് നമ്പർ ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് പഠിപ്പിച്ചാൽ. അപ്പം എൽ പിയിലാണെങ്കിൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കാൻ തന്നെ 30ഓളം പ്രൊഫസേഴ്സ് ഉണ്ടാവും. ഓക്കെ, കാരണം അവിടെ അത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ബാച്ചിൽ തന്നെ 3000 കുട്ടികളുണ്ടാകുമ്പോൾ അത്രയും സ്റ്റുഡൻസ് ഉണ്ട്. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഫോർ ടീച്ചിങ് ജസ്റ്റ് വൺ സബ്ജക്ട്. ഓക്കെ, അപ്പൊ അതുപോലെ കുറെ യൂണിവേഴ്സിറ്റീസിൽ എനിക്ക് തോന്നുന്നു ഒരു 30 സ്റ്റുഡൻസിന് ഒരു പ്രൊഫസർ വെച്ചിട്ട് ഒരു സബ്ജക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിയലി ഗുഡ്. ആൻഡ് അനദർ തിങ്, ഈ പ്രൊഫസർ നല്ലതാണോ മോശമാണോ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് നോക്കാം. അപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഒരേ സബ്ജക്ട് പഠിപ്പിക്കാൻ കുറെ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട്, ഐ മീൻ കുറെ പ്രൊഫസേഴ്സ് ഉള്ളതുകൊണ്ട്, ഒരു 30 പ്രൊഫസർ ഉണ്ടെങ്കിൽ ചിലപ്പം 20 മോശമായിക്കാരും, ബിലോ ആവറേജ് പ്രൊഫസേഴ്സ് ആയിക്കാരും, നല്ല ക്ലാസ് ഒന്നും അല്ല. പക്ഷെ ഒരു 10 ഒരു പിന്നുള്ള ബാക്കിയുള്ള 10 ഒരു 5 ആൾക്കാർ തിരക്കടില്ല മോശമില്ലാതെ പഠിപ്പിക്കുന്ന ആൾക്കാർ, പിന്നെ ഒരു 5 ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഭയങ്കര അടിപൊളിയായി പഠിപ്പിക്കുന്ന പ്രൊഫസർമാരെ കിട്ടിയ നമ്മളെ ഭാഗ്യം, നമുക്ക് നല്ല ക്ലാസ് ആയിട്ടില്ല. മറ്റവരെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. ഓക്കെ, അപ്പം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം നിങ്ങൾ പോവുക, ആ കോളേജിൽ പോയി ചോദിക്കുക, അന്വേഷിക്കുക അവിടെ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, ആരൊക്കെ എന്തൊക്കെ പഠിപ്പിക്കുന്നത്, അവിടുത്തെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യണം, ചോദിക്കുക. ഓക്കെ, ഏതൊക്കെ പ്രൊഫസർമാർ എന്തൊക്കെയാണ്, എന്താണ് അവരെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ചോദിക്കുക, കോളേജിൽ പോയി അന്വേഷിക്കുക, ഇതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം 4ാമത്തെ പോയിന്റ് ആണ് ഫാക്കൽറ്റീസ്. ഇതൊക്കെ ഇനഫ് നമ്പർ ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടോ, നല്ല ഫാക്കൽറ്റീസ് ഉണ്ടോ, അവിടെ അവർ ചെയ്യുന്ന പ്രോജക്ട്സും റിസർച്ചസും എന്താണെന്ന് നോക്കുക. അപ്പം ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് അടുത്തായിട്ട് കേട്ടൊരു കഥയാണ്. അതായത് കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ഈ ഒരു സ്റ്റുഡന്റിന് പഠിത്തം നടന്നാണ്. സ്റ്റുഡന്റിന് ലാപ്ടോപ്പ് ഇല്ല. അപ്പൊ അവർ ചോദിച്ചു, സ്റ്റുഡന്റ് ചോദിച്ചു ആ കോളേജിനോട് ലാപ്ടോപ്പ് വേണോ, എന്നാണ് ലാപ്ടോപ്പ് വേണം. അപ്പൊ ഒരു കോളേജ് പറഞ്ഞു അത്ര ഇവിടെ ലാപ്ടോപ്പിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4th ഇയർ ഒക്കെ ആകുമ്പോൾ മേടിച്ചാൽ മതി. അപ്പൊ നീ പ്രൊജക്ട് ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വാടക എടുത്താലും മതി, ഇവിടെ ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല. ബിടെക് പഠിക്കാനാണ് ഈ കോളേജ് പറഞ്ഞെങ്കിൽ ലാപ്ടോപ്പിന്റെ ആവശ്യമില്ലെന്ന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ലാപ്ടോപ്പിന് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ പോകാനേ നിൽക്കേണ്ട. കാരണം അവരൊന്നും പഠിപ്പിക്കാനും പോകുന്നില്ല, അവർക്ക് അവിടെ ഒരു പ്രൊജക്റ്റും ഇല്ല, റിസർച്ചും ഇല്ല, അവർക്ക് എന്താ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഈ കോഴ്സ് ചെയ്യുന്നത് പോലും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഇതും നല്ല എക്സാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോളേജിൽ പോയിട്ട് കോഴ്സിലായിട്ട് ചോദിക്കുക ലാപ്ടോപ്പ് കൊണ്ടുവരണോ വെച്ചാൽ അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം, ദിസ് കോളേജ് ഡസൻ നോ ഷിറ്റ്. ഓക്കെ, അവർക്ക് ലാപ്ടോപ്പിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പോലും അറിയില്ല. ഒരു ബിടെക്കിന് ലാപ്ടോപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വേണം. അപ്പോൾ ജസ്റ്റ് ഓക്കെ, ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോണു. അപ്പോൾ ഫാക്കൽറ്റീസ് പിന്നെ അവർ ചെയ്യുന്ന പ്രോജക്ട്സ്, അപ്പം ഈ സിലബസിൽ നമുക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ, അതായത് ഇപ്പം ഈ 4th ഇയറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റോ അല്ലെങ്കിൽ ചില സിലബസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോജക്ട്, അതൊന്നും അല്ലാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഈ ടീച്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമോ, അവരെ നിന്ന് സപ്പോർട്ട് കിട്ടും, കോളേജ് എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസ് ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോജക്ട്സിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കോളേജിൽ പോയി അന്വേഷിച്ച് അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ചോദിച്ചാലൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഇപ്പൊ ഒക്കെ ആണെങ്കിൽ റെഡിറ്റ്സിലൊക്കെ പോയി, റെഡിറ്റിൽ കുറെ ത്രെഡ്സ് ആണ്. അപ്പൊ അതിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കോളേജിന്റെ ത്രെഡ്സിലോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിന്റെ ത്രെഡ്സ് ഉണ്ട്, അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. സോ ഡെഫിനറ്റ്ലി റിസർച്ച് അബൌട്ട് ദ ഫാക്കൽറ്റീസ്. ഓക്കെ, ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് വിച്ച് ഇസ് എ കോമൺ സെൻസ് എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
കുറെ പേര് ഇതിനെക്കുറിച്ച് അത്ര ബോധമില്ല. അതായത് ഈ പഠിക്കാൻ പോകുന്ന കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നീഷനും അവർക്ക് അതിന്റെ അക്രഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടോ നോക്കുക. അതായത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. അത് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡിലാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് ആണോ, ഇതിന് നമ്മൾ പുറം രാജ്യക്ക് പോകണമെങ്കിൽ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ നോക്കുന്ന സമയത്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജാണോ ഇത്, അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്, ആ അഡ്മിഷനുള്ള സമയത്ത് ആ കോളേജ് റെക്കഗ്നൈസ് ചെയ്ത കോളേജാണ് ഇത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഇതിന് പ്രോപ്പർ അക്രഡിഷൻ അല്ലെങ്കിൽ പ്രോപ്പർ UGC അപ്രൂവൽ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയ ഒരു കോളേജാണെന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺഫേം ചെയ്യാം. ഇത് കൺഫേം ചെയ്യാൻ ഏറ്റവും സിമ്പിൾ നമുക്ക് അറിയുന്ന ഒരു കോളേജ് ഇപ്പോൾ ഫോർ IIT ഗുവാഹത്തി അല്ലെങ്കിൽ IIT ചെന്നൈ അല്ലെങ്കിൽ എടുക്കുക, അവർ നെയിം റെക്കഗ്നീഷനും കാര്യങ്ങളും ഇവർക്ക് ഉണ്ടോ നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പൊ LPUക്കും IITക്കും നമ്മുടെ നാട്ടിലെ GEC തൃശ്ശൂരിനും ഒക്കെ ഒരേപോലത്തെ അപ്രൂവലാണ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോളേജിന്റെ ബ്രാൻഡ് വാല്യൂനോ സൈസിനനുസരിച്ച് പുതിയ അപ്രൂവൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ കോഴ്സ് കൂടെ വരുന്ന എല്ലാവർക്കും സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റെക്കഗ്നീഷൻ അപ്രൂവൽ ഉണ്ട്, അത് എല്ലാവർക്കും കിട്ടണം. ഇതില്ലാത്ത കുറെ കോളേജസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പോയി പെടാൻ നിൽക്കരുത്. കാരണം അവർക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി തന്ന് വിടാനേ ഉള്ളൂ. ഈ ഡിഗ്രിക്ക് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റിസർച്ച് അബൌട്ട് ഇറ്റ്, മേക്ക് ഷുവർ ദാറ്റ് കോളേജ് ഈസ് അപ്രൂവ്ഡ്. ഓക്കെ, എന്നിട്ടേ ആ കോളേജിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. പെട്ടെന്ന് ഈ പൈസ ലാഭിക്കാനും അതുപോലെ ദൂരത്തേക്കൊന്നും പോകാൻ വയ്യ, വീടിന്റെ അടുത്തുള്ള അങ്ങനെ കുറെ ഷോർട്ട് കട്ട്സ് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഷോർട്ട് കട്ട്സ് ആലോചിച്ചാണ് നിങ്ങൾ വലിയൊരു ട്രാപ്പിലേക്ക് പോയി പെടാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി റിസർച്ച് അബൌട്ട് ഇറ്റ്. ഓക്കെ ഓക്കെ അപ്പൊ ആറാമത്തെ പോയിന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അമ്യൂണിറ്റീസ്. ഓക്കെ, അപ്പൊ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ തരുന്നു നോക്കാം. ഇപ്പൊ ബേസിക് സാധനങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂമും നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഹോൾ ഇതൊക്കെ ഒരു കോളേജിൽ ഉണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നത്. മിക്ക കോളേജസിലും ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ, ഇപ്പം നിങ്ങൾക്ക് ഒരു മെഷീൻ ലേണിംഗ് സാധനം ട്രെയിൻ ചെയ്യാൻ അത്രയും കാപ്പബിലിറ്റി ഉള്ള ഒരു ലാബ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലത്തെ സാധനം ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സിസ്റ്റം ലാബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് iOS macOS ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു ആപ്പിൾ എക്കോസിസ്റ്റം ഉള്ള ലാബ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് ലാബും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ. അവിടെ വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹാക്കത്തോൺസ് നടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ പരിപാടി നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവിടെ തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു കോളേജിൽ ഉണ്ടോ നോക്കുക. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഗെയിൻ പോയിന്റ് ഫോർ ദാറ്റ് കോളേജ്. ഓക്കെ, ഇനി ഏഴാമത്തത് എനിക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന്റെ ഡെവലപ്മെന്റിനും നമുക്ക് അതുപോലെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. അതായത് ഓപ്പർച്യൂണിറ്റീസ് ടു മീറ്റ് ന്യൂ പീപ്പിൾ. ഓക്കെ, അതായത് നമ്മുടെ നാട് വിട്ട് പുറത്ത് പോയിട്ട് കുറച്ചുകൂടി വലിയ കോളേജസിൽ പഠിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പുതിയ ആൾക്കാരെ കാണും. നമുക്കുള്ള പല മിസ്കൺസെപ്ഷൻസും പല നാട്ടുകാരെ കുറിച്ച് പല വിഭാഗത്തിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറെ അങ്ങനത്തെ ആൾക്കാരെ കണ്ട് അവരോട് നമ്മൾ സംസാരിച്ച് അവരോട് ചിലപ്പോൾ നമുക്ക് ടീം പ്രൊജക്ട് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്കൊരു ഹാക്കത്തോൺസ് വിൻ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ അവരെ നമ്മളെ എതിരായിട്ട് കോമ്പീറ്റ് ചെയ്യണ്ട. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓ അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുക, നമ്മളിൽ നിന്ന് എന്താണ് അവർക്ക് പഠിക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് കുറെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതൊക്കെ കോളേജിൽ പോയാലേ കിട്ടുള്ളൂ. അപ്പം അത് ഒരുപാട് കാഴ്ചപ്പാട് വലുതാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. പിന്നെ ഈ കോളേജിൽ നേരത്തെ പറഞ്ഞ പോലെ വർക്ക്ഷോപ്സും ഹാക്കത്തോൺസ് ഒക്കെ നടക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഇൻഡസ്ട്രി പീപ്പിൾ വരും അല്ലേ. ഇപ്പോൾ IBMന്റെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ വർക്ക്ഷോപ്പ് ആണെങ്കിൽ ഗൂഗിളിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് അവരെ മീറ്റ് ചെയ്യാം, അവരോട് സംസാരിച്ച് ഇത് വർക്ക്ഷോപ്പ് 2 ദിവസം നടക്കാം. അപ്പൊ നമുക്കൊന്ന് ചെറിയൊരു ലെവലിൽ നമ്മളവരോട് ഇന്ററാക്ട് ചെയ്ത് നമ്മളൊരു കമ്പനി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ലിങ്ക്ഡിൻ കണക്ഷൻ കിട്ടും. നിങ്ങൾ ആലോചിക്കുക, ഒരു ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ലിങ്ക്ഡിൻ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അതിന് നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ഒരാൾ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാത്ത ഞാനിപ്പോൾ ഒരു റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഫോണിൽ നോക്കൂ, അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ നിങ്ങളെ മുന്നിൽ നിന്ന് നിങ്ങളെ നല്ലൊരു സ്റ്റുഡന്റ് ആണെന്ന് അവർ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യും. യു ഹാവ് എ കണക്ഷൻ നോ. നിങ്ങൾക്ക് ഈ കണക്ഷന് 3rd ഇയറിലോ 4th ഇയറിലോ ആകുമ്പോൾ അവരോട് ചോദിക്കാം, അതെ വി മെറ്റ് അറ്റ് ദിസ് വർക്ക്ഷോപ്പ് ഇൻ ദിസ് കോളേജ്. ഓക്കെ, വി ഹാവ് സം ടോക്സ് അബൌട്ട് ഇറ്റ്. അതായത് നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, നിങ്ങളെ കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ എന്തൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് കിടക്കുന്നതെന്ന് ആലോചിച്ചോക്കെ. അപ്പൊ ഇതിനാണ് നമ്മൾ മീറ്റിംഗ് ന്യൂ പീപ്പിൾ. നല്ല കോളേജിൽ പോയി ഇങ്ങനെ വർക്ക്ഷോപ്സ് ഹാക്കത്തോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇൻഡസ്ട്രി എക്സ്പെർട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഒരുപാട് ഇപ്പം എനിക്ക് ഗൂഗിളിൽ എൻ്റെ പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനുള്ള റീസൺ തന്നെ എൻ്റെ കോളേജിൽ ഗൂഗിൾ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കോമ്പറ്റീഷൻ ഹാക്കത്തോണായിട്ട് വന്നു. അന്ന് വന്ന എഞ്ചിനീയേഴ്സിന് ഞാൻ കണക്ട് ചെയ്തിട്ട് അവരെൻ്റെ ലിങ്ക്ഡിൻ ഫ്രണ്ട്സ് ആയിരുന്നു. അവരോട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു, ഓക്കെ വി ഹാവ് എ പ്രൊജക്ട് എക്സിബിഷൻ അറ്റ് ഗുഡ്ഗാവ്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരൂ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. കാരണം ഐ മേഡ് എ കണക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കണേ, അങ്ങനെ മീറ്റ് ചെയ്യുന്ന അങ്ങനെ ആൾക്കാർ വരുന്ന ഒരു കോളേജിൽ പോകണം. സോ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ന്യൂ പീപ്പിൾ, കോളേജസ് വിച്ച് ഹാസ് ഹാക്കത്തോൺസ്, വർക്ക്ഷോപ്സ് ഫ്രം ഔട്ട്സൈഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ നിങ്ങളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു ഡിസിഷൻ, ഈ ഒരു കാര്യം കൊണ്ടുള്ള കോളേജാണ് ബെറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കോളേജ് ചൂസ് ചെയ്യാൻ എടുക്കേണ്ട 7 പോയിന്റ്സ് എന്തൊക്കെയാണ്.
ബ്രാൻഡ് വാല്യൂ ഉണ്ടോ നോക്കുക. ഒബ്വിയസ്ലി എല്ലാ കോളേജിനും ഇല്ല. അപ്പൊ ഉള്ള കോളേജാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രയോറിറ്റി നമ്പർ 1 ഗോ ഫോർ ദാറ്റ്. സെക്കൻഡ്, പ്ലേസ്മെന്റ് സെല്ല് ഉണ്ടോ, പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടോ, അവിടെ പഠിച്ച അലൂമിനൈസും കാര്യങ്ങളൊക്കെ എവിടെ വർക്ക് ചെയ്യുന്നൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ കോളേജിന്റെ പ്ലേസ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുക. മൂന്നാമത്തെ അലൂമിനൈസ് തന്നെ. ഒരു കോളേജിന്റെ അലൂമിനൈസ് ആണ് ആ കോളേജ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് പുറത്ത് കാണിച്ചിരുന്നത്. ഓക്കെ, അവര് നല്ല കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുമായി നിങ്ങൾക്ക് റെഫറൻസ് കിട്ടാം, അവരുമായി നിങ്ങൾക്ക് ആ കോളേജിൽ ഹെൽപ്പ് കിട്ടാം അല്ലെ. ആ പഠിച്ച കോളേജുകളിലെ അലൂമിനൈസ് ആണ് മിക്ക ആൾക്കാർക്ക് റെഫറൻസ് കൊടുക്കുക അല്ലെ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിലുള്ള ഒരു സീനിയർ ലെറ്റ്സ് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്റെ സീനിയറിനോട്, പാസ് ഔട്ട് ആയി പോയ സീനിയറിനോട് പറയും, ഹേ ഐ എം യുവർ ജൂനിയർ, ഞാൻ ഇങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്, നിങ്ങൾ ഈ കമ്പനിയിൽ വർക്ക്, ക്യാൻ യു ഗീവ് മി റെഫർ വെച്ച് ഞങ്ങൾക്ക് അലൂമിനൈ കണക്ഷൻ സെറ്റ് ആകും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അഗൈൻ ഗോയിങ് ബാക്ക് ടു എ സ്മോൾ സ്റ്റോറി. ഓക്കെ, ഈ പുതിയ പുതിയ വെൽ എസ്റ്റാബ്ലിഷ് സ്റ്റാർട്ടപ്സ് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ കമ്പനീസ്, ഇപ്പം സൊമാറ്റോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇവരൊക്കെ പണ്ട് വലിയ വലിയ സ്റ്റാർട്ടപ്സ് ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും സക്സസ്ഫുള്ളി നല്ല ഫണ്ടഡ് കിട്ടുന്ന സ്റ്റാർട്ടപ്സ് ഒക്കെ അതിന്റെ ഫൗണ്ടേഴ്സ് ഒക്കെ IITians ആയി. കാരണം എന്താ, അവരുടെ ഒരു കണക്ഷൻസ്, അവരുടെ നെറ്റ്വർക്ക്സ്, അവരുടെ കണക്ഷൻ ഓഫ് അലൂമിനൈസ് ഭയങ്കര സ്ട്രോങ് ആണ്. അവരിപ്പോഴും അവരുടെ കോളേജിൽ പോയിട്ട് അവിടെ നിന്നുള്ള ഐഡിയാസിന് അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും IITs കൂടുതൽ നല്ല നല്ല സ്റ്റാർട്ടപ്സ് വന്നുകൊണ്ടേ നിൽക്കുന്നു. കാരണം അലൂമിനൈ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, അലൂമിനൈ നെറ്റ്വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല അലൂമിനൈസ് ഉള്ള കോളേജ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, 3 പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു, അവിടുത്തെ ഫാക്കൽറ്റീസും റിസർച്ച് അല്ലെങ്കിൽ പ്രോജക്ട്സ് നടക്കുന്നത് നല്ലതാണോ, എത്രത്തോളം ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങളുടെ ഇതൊക്കെ നോക്കുന്നത്. 5ാമത്തെ പോയിന്റ്, ആ കോളേജിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള റെക്കഗ്നീഷനും ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ട്. അബ്രോഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ വിസക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിന് അപ്ലൈ ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. 6ാമത്തെ പോയിന്റ്, ഇൻഫ്രാസ്ട്രക്ചറും അമ്യൂണിറ്റീസും. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാനും പഠിക്കാനും ലാബും കാര്യങ്ങളും എക്സ്പോഷർ കിട്ടാനുള്ള എല്ലാ സെറ്റപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തത്. ആൻഡ് ദ ലാസ്റ്റ് എന്തായിരുന്നു, ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ന്യൂ പീപ്പിൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ നാട്ടിലുള്ള കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾ പുറത്തേക്ക് പോകാം. നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോയി കുറച്ച് ദൂരത്ത് പോയി പഠിക്കുക, കുറെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. യുവർ ലൈഫ് വിൽ ചേഞ്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്സും ഹാക്കത്തോൺസും കാര്യങ്ങളൊക്കെ നടത്തുന്ന കോളേജുകളാണെങ്കിൽ പുറമേ നിന്നുള്ള പുതിയ ആൾക്കാർ വരുമ്പോൾ ഇൻഡസ്ട്രി എക്സ്പെർട്സ് നിങ്ങൾക്ക് വലിയൊരു കണക്ഷൻസ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോയിന്റ്സും ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റും കാര്യങ്ങളും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഈ 7 പോയിന്റ് ഉള്ള യൂണിവേഴ്സിറ്റി തന്നെ ആണല്ലേ, ഈ 7ത്തിൽ 6 ഉണ്ടെങ്കിലും 5 ഉണ്ടെങ്കിലും നല്ലതാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ നേരത്തെ ബ്രാൻഡ് വാല്യൂ നോക്കി അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക, ബാക്കിയുള്ള കിട്ടും. പക്ഷെ ആ കോളേജ് കിട്ടാൻ ഭയങ്കര, ഞാൻ നേരത്തെ ഫസ്റ്റ് ഇപ്പൊ ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഉള്ളൂ. അതുകൊണ്ട് IITs മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ IIC ഓപ്ഷൻ ഉള്ളൂ. എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒറ്റൊന്നിൽ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ 7ത്തിലുള്ള 6 അല്ലെങ്കിൽ 5 സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ല കോളേജ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ മാക്സിമം 7 കിട്ടിയ ബെസ്റ്റ്, 6 കിട്ടിയ പിന്നെ നല്ലത്, 5 കിട്ടി കഴിഞ്ഞാൽ നല്ല, മിനിമം 4 നിങ്ങൾ ആ കോളേജിലെ വേണം. എന്നാലും നിങ്ങൾക്ക് ഗോൾഡ്. ഞാൻ പറഞ്ഞാൽ ഈ പ്രയോറിറ്റി ഓർഡർ ഇതാ, ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ പിന്നെ പ്ലേസ്മെന്റ്, ഇങ്ങനെ എന്തുണ്ടോ അതിന് കൂടുതൽ പോയിന്റ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് എങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യണം, കോഴ്സ് ചൂസ് ചെയ്യുന്ന പിന്നിൽ ഇതുപോലത്തെ അനലിറ്റിക്കൽ തിങ്കിങ്ങും എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നുണ്ട് BTech ആണ് BCA ബെറ്റർ എന്ന് കരുതി BTech എല്ലാവർക്കും നല്ലതല്ല. ഓക്കെ, അതുപോലെ BCA എല്ലാവർക്കും നല്ലതല്ല. അപ്പൊ അതിനൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്, സാഹചര്യം. അപ്പൊ അതിനെ കുറച്ച് ബേസ് വീട്ടിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് എടുക്കാതെ പോകുന്ന കുറച്ച് ടീംസ് ഇല്ലേ, കോളേജ് പോകാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് മാക്സിമം കോളേജ് പോവുക. കോളേജ് വേസ്റ്റ് ഓഫ് ടൈമേ അല്ല. ഈ കോളേജിലുള്ള 4 വർഷം നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിനുള്ള സമയമാണ്. 4 വർഷം എടുത്തിട്ട് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലാതെ ഒരു 10 മാസത്തിന്റെ കോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന്റെ കോഴ്സ് കൊണ്ടോ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തിട്ട് ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പണി കിട്ടുക. ചിലപ്പോൾ പുറത്തേക്കുള്ള രാജ്യത്തിന് വിസ കിട്ടൂല. ചിലപ്പം കമ്പനീന്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മാസ്റ്റേഴ്സും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രാപ്പായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇന്നത്തെ ഫാസ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെന്റ് ആണ്. കമ്പനീസ് പെട്ടെന്നാണ് ഡിസിഷൻസ് മാറ്റുന്നത്. ഇപ്പൊ എസ്പെഷ്യലി AI വന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാം കുറെ ലേ ഓഫ് ഒരു സൈഡിൽ നടക്കുന്നത്, അതേ ലേ ഓഫ് ചെയ്ത കമ്പനി തൊട്ടപ്പുറത്ത് കുറെ ഹയറിംഗ് നടക്കുന്നത്. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഫാസ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെന്റിൽ നിങ്ങളുടെ ബാക്കപ്പ് ആണ് ഈ കോളേജ് ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പിടിക്കാനുള്ള ഒരു വലയാണ് ഈ കോളേജ് ഡിഗ്രി. ഒക്കെ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയാനുള്ള സാധനമാണ്. ആ ക്വാളിഫിക്കേഷൻ കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കപ്പ് ഇല്ല. ആ വീഴ്ചയിൽ നിങ്ങൾക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടേക്കാണ്. അൺലെസ് യു ആർ റിച്ച് ഓർ you have good family support, you have a business or something like that, it's fine. Okay, പക്ഷെ അല്ല നിങ്ങൾ ഒരു ട്രഡീഷണൽ ജോബ് കാര്യങ്ങൾ അങ്ങനെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഉണ്ടാവില്ല, സേഫ്റ്റി നെറ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു പണി കിട്ടും. ഓക്കെ, ആൻഡ് ഐ എം ഷുവർ ആ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അത് 5 കൊല്ലത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 10 കൊല്ലത്തിൽ കിട്ടും, 10 കൊല്ലത്തിൽ കിട്ടിയാൽ 15ാമത്തെ കൊല്ലം കിട്ടും. സോ
ഇതൊരു ലോങ് ടേം ഗോൾ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങളുടെ ലൈഫ് ഇനി ഒരു 50, 50, 60 വയസ്സ് വരെ ആവുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കുഞ്ഞ് ഡിസിഷൻ, ഏത് കോളേജിൽ പോണോ പോകണ്ടേ എന്നുള്ളതിന്റെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം, IIT പഠിക്കുന്നവരൊക്കെ ഒരു സക്സസ്ഫുൾ കരിയർ ജേർണി അവർക്കുള്ളത്. ഒന്നിൽ ഒരു വലിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ നല്ല വലിയ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ആ കോളേജ് എൻവയോൺമെന്റ് ആണ് അവർ അങ്ങനെ മാറ്റിയിട്ടുള്ളത്. അപ്പം ഈ പഠിക്കുന്ന എൻവയോൺമെന്റ്, സാഹചര്യങ്ങൾ, നമ്മുടെ നെറ്റ്വർക്ക്സ് കണക്ഷൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റും. ഓക്കെ, നമ്മുടെ ലൈഫിനെ മാറ്റാൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗോ ഫോർ കോളേജ് പോയിട്ടില്ല നിങ്ങൾക്ക് ഒരുപാട് ലോസസ് വരും ലൈഫിൽ. അത് ഇപ്പൊ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യില്ല. ഞാൻ ഇടയ്ക്ക് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്, കോളേജ് പോവാതെ ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ സ്റ്റോറി ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ പേർക്ക് ഇപ്പോൾ ജോലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ജോബിൽ നിന്ന് ലേ ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ അവർക്ക് ജോലിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. റെസ്യൂമെ ഒക്കെ ചടപടന്ന് പറഞ്ഞിട്ട് അവർക്ക് റിജക്ട് ആവുന്നത്. എത്ര അടിപൊളി റെസ്യൂമെ, ചിലരുടെ റെസ്യൂമെ ഒക്കെ ചെയ്ത വർക്കുകളൊക്കെ കിഡ് വർക്കുകളാണ്, പക്ഷെ കിട്ടുന്നില്ല. കാരണം ഒരു കമ്പനീന്റെ റിക്വയർമെന്റിൽ വരികയാണ് മിനിമം ഒരു ബാച്ചിലർ ഡിഗ്രി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര സ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല. HRs cannot do anything. Okay, so be in the safe side. Okay, ഞാൻ പറയുന്നത് കോളേജ് പഠിച്ചോണ്ട് നിങ്ങൾക്ക് വലിയൊരു മനോർത്ത് ജോലി കിട്ടാൻ പോകുന്നുള്ളതിന് ഗ്യാരണ്ടി അല്ല ഈ കോളേജ് ഡിഗ്രി എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഫീൽഡ് മാറാൻ പറ്റും, ഒക്കെ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് പറ്റത്തില്ല, ഒരു ഓപ്ഷനേ ഇല്ല. ഓക്കെ, അത് വേറൊരു ടോപ്പിക്കിലും പറയാം. ഇവിടെ ഇപ്പൊ ജർമ്മനിയിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ +2 കഴിഞ്ഞ് നേരെ കോളേജ് ആ സെറ്റപ്പ് അല്ല. ഇവിടെ സ്കൂൾ ഒരു 13 വർഷമാണ്. ഈ 13ാമത്തെ വർഷം തൊട്ടിട്ട് ഇവർക്ക് ഈ ഹൗസ് ബിൽഡിംഗ് നടക്കാനുണ്ട്. അതായത് ഈ കുട്ടികൾക്ക് ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ട്രെയിനിങ് പോലെ ഒരു അപ്രന്റീസ്ഷിപ്പ് പോലെ, ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ ഇവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർക്ക് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ ടെക് കമ്പനിയിൽ പോയിട്ട് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഒരു 6 മാസം വർക്ക് ചെയ്യാം. 6 മാസമോ ഒരു കൊല്ലമൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഫീൽഡ് എങ്ങനെയുണ്ട്, യൂഷ്വലി 6 മാസമാണ് ഉണ്ടാവാറ്. ഈ 6 മാസം അവിടെ പോയി വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ വർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇഷ്ടമാണോ, എന്നിട്ട് ഈ 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ കമ്പനി പോയിട്ട് ഒരു മെക്ക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു കെയർ ഹോമിൽ പോയിട്ട് പ്രായമുള്ള ആൾക്കാരെ കെയർ ചെയ്ത് നിർത്തി വർക്ക് ചെയ്യാം. ഇവർക്ക് ഒരു ആനിമൽ ഫാമിലി ആയിട്ട് ആനിമൽ ഹസ്ബൻഡറി, ആനിമൽ കെയറിങ് അതിൽ വർക്ക് ചെയ്യാം. എനിക്കറിയാവുന്ന ചില കുട്ടികൾ അവർ ഈ ഗാർഡനിങ് വർക്ക്, എങ്ങനെ ഗാർഡനിങ് ചെയ്യാം, എങ്ങനെ ഗാർഡൻ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഫുട്പാത്ത് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ റോഡ് ഡിസൈൻ ചെയ്യണം, അപ്പൊ അതിന് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നഴ്സിംഗിന് വേണ്ടിയിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവര്, ട്രാവലിംഗ് എക്സ്പേർട്സ്, ട്രാവലിംഗ് ഗൈഡ്സ്. അപ്പൊ ഇങ്ങനെ പല ഫീൽഡിൽ ഈ പിള്ളേർ പോയിട്ട് 6 മാസം 6 മാസം അല്ലെങ്കിൽ 3 മാസം പല ഫീൽഡും ട്രൈ. ഇവർക്ക് ഈ ഒരു 1, 2, 3 കൊല്ലം ഇവർ ഇങ്ങനെ മൊത്തത്തിൽ പല ഫീൽഡും ട്രൈ ചെയ്തിട്ട് എന്നിട്ട് ഇവര് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഏത് കോഴ്സ് പഠിക്കണം, ഞാൻ ഏത് യൂണിവേഴ്സിറ്റി പോയിട്ട് എന്ത് പഠിക്കണം എന്ന് കാരണം ഇവർക്ക് ഇപ്പൊ ലൈഫ് എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എഞ്ചിനീയർ ആവും, പക്ഷെ അവർ ഇതൊക്കെ ചെയ്തതിനു ശേഷം മനസ്സിലാവുക എനിക്ക് എഞ്ചിനീയറിംഗിനേക്കാൾ ഇഷ്ടം പ്രായമുള്ള ആൾക്കാരെ നോക്കുന്നതാണ്. അതുപോലെ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന പിള്ളേർ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം മെഡിക്കൽ ഫീൽഡ് അല്ല എനിക്ക് കോഡിംഗ് ആണ് കൂടുതൽ താല്പര്യം, ഞാൻ അതിലേക്ക്. അപ്പൊ ഇവർക്ക് ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ ഡിസിഷൻസ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റി പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. ദാറ്റ് ഇസ് വെരി ബാഡ് തിങ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡൗൺ സൈഡ് ആണ്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഡിസിഷൻ എടുക്കുന്ന എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പറയാൻ പറ്റും, ഓ അതിന്റെ ആവശ്യമില്ല, ഇത് വന്നിട്ട് ഇങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യം ഫ്യൂച്ചറിൽ ഇപ്പൊ AI മൊത്തം വന്നിട്ട് റീപ്ലേസ് ചെയ്യല്ലേ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിച്ചിട്ട് കാര്യം ഈ പോയിട്ട് മറ്റേ ഫീൽഡ് പോയി പഠിച്ചോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കും അവിടെ ജോലി, ആർക്കും ജോലി ഇനി പോയിട്ട് ACCA കോമേഴ്സ് അത് ചെയ്തോ, എന്തിനാന്നൊക്കെ പോകുന്നത് ഡോക്ടറിനെ പഠിച്ചാൽ അങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ഭയങ്കര സുഖമാണ്. സോ അങ്ങനെയല്ല ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടി. ഇൻഫ്ലുവൻസ് ആവേണ്ടി എപ്പോഴും നമ്മൾ അനലിറ്റിക്കലി ആലോചിക്കുക, ഡാറ്റ വൈസ് ഡിസിഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഡിസിഷൻ എടുത്തിട്ട് ഇന്നത്തെ തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പൊ ലൈഫിൽ ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ എന്ത് എടുക്കണം. ഇപ്പൊ ഞാൻ അടുത്ത വീഡിയോ വരാൻ പോകുന്ന കോഴ്സസ് എങ്ങനെ ചൂസ് ചെയ്യണം, അപ്പൊ അത് ഞാൻ എങ്ങനെ കയറും, അതിനെ പുറമെ എങ്ങനെ ജോലി ചൂസ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഫിനാൻഷ്യൽ എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് പോകേണ്ടത്. അപ്പം ഐ ഹോപ്പ് ഐ ഹെൽപ്പ് യു ഓൺ സം ലെവൽ ടു മേക്ക് എ ഡിസിഷൻ. ചിലപ്പം വീഡിയോ എനിക്ക് ബോറിംഗ് ആണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ട് ഇവിടെ വരെ എത്തിയവരാണെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്, നിങ്ങൾ അടിപൊളിയാണ്. ഐ ആം റിയലി ഹാപ്പി ദാറ്റ് യു ഗൈസ് വാച്ച് ദിസ് മച്ച് ഓഫ് ദിസ് വീഡിയോ. എനിക്ക് ഉറപ്പാണ് 10 പേരും അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 30 സെക്കൻഡ്. ഐ കനോട്ട് ഗിവ് എൻ ആൻസർ ഇൻ 30 സെക്കൻഡ്. ഇത് ഇങ്ങനത്തെ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം റോങ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഷോർട്ട് കട്ട് ആൻസേഴ്സും കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു ആൻസർ കൊടുക്കുമ്പോൾ ഒരു ഗൈഡൻസ് മെന്റർ എന്നുള്ള രീതിയിൽ എനിക്ക് നീ പറയുന്നു അതിന് ബേസ് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇത് ചെറുതായിട്ട് തൊണ്ട വേദന എടുത്ത് തുടങ്ങിയിട്ട് സംസാരിച്ചിട്ട്.
അപ്പം സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം, പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യുക. ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷോർട്സ് അല്ല ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യാം. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് മിസ് ഗൈഡൻസ് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇഫ് യു ഹാവ് എനി അതർ തിങ്, ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന സംശയം എന്തെങ്കിലും ക്ലിയർ അല്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഡു കറക്റ്റ് മീ. ഓക്കെ, സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.